മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് CMRL കമ്പനി പണം നൽകിയത് കരിമണൽ ഖനനത്തിന് അനുമതി ലഭിച്ചതിന്റെ പ്രത്യുപകാരമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജിയിലെ ആരോപണം. തെളിവായി 5 രേഖകളും മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയത്. ഇതോടെ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരായി ഉണ്ടാകില്ല. KMRL കമ്പനിക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഖനനാനുമതി നിഷേധിച്ചിട്ടും മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തു എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രധാന വാദം. ഇതിനായി യോഗത്തിന്റെ മിനിറ്റ്സ് രേഖയും ഹാജരാക്കി. എന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസിന്റെ മറുവാദം. ഹാജരാക്കിയ രേഖകളിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന്റെ എന്ത് തെളിവാണുള്ളതെന്നും ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചു. മാത്രമല്ല, ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ എങ്ങനെ വരുമെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂഷന്റെ വാദം. ഹർജി തെളിയതോടെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മാത്യു കുഴൽനാടൻ MLA നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിനാണ് തിരിച്ചടി നേരിട്ടത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.